Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin Nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. Amma ba'd. ആദരണീയരായ സഹോദരന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ അള്ളാഹു നിർബന്ധമാക്കിയ ഒരു പുണ്യകർമ്മമാണ് ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നുള്ളത്. ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണമാണ് എന്നുള്ളത് നമുക്കറിയാം. ഷഹാദത്തും നമസ്കാരവും നോമ്പും സക്കാത്തും കഴിഞ്ഞാൽ പിന്നീട് നിർബന്ധമാക്കപ്പെട്ട കർമ്മമാകുന്നു ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. ഈ ഹജ്ജിനെക്കുറിച്ചും അതുപോലെ തന്നെ ഉംറ കർമ്മങ്ങളെക്കുറിച്ചുമൊക്കെ അത് റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യമായിരിക്കണമെങ്കിൽ എങ്ങനെയാണ് നാം നിർവഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത്. ഹജ്ജ് നിർവഹിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മഹത്തായ സ്വർഗം നേടിയെടുക്കുവാനുള്ള മഹനീയമായ ഒരു ആരാധനയും പുണ്യപ്രവർത്തനവുമാണ്. അതുകൊണ്ട് തന്നെ ആ ആരാധനാകർമ്മം നിർദ്ദേശിക്കപ്പെട്ട ഒരു ന്യൂനതകളുമില്ലാത്ത രീതിയിൽ അത് നിർവഹിച്ച് തിരിച്ചു വരുവാനുള്ള ശ്രമങ്ങൾ ഓരോ ഹാജിയുടെയും അടുക്കൽ നിന്ന് നിർബന്ധമായും ഉണ്ടാകേണ്ടതുണ്ട്. ഹജ്ജ് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചു, ഇസ്ലാം കാര്യങ്ങളിൽ 5-ാമത്തേതാകുന്നു ഹജ്ജ് എന്നുള്ളത്. ആ കർമ്മം അത് നിർബന്ധമാകണമെങ്കിൽ തന്നെ ഉള്ള 2 നിബന്ധനകളാണ്. ഒന്ന്, ഹജ്ജ് ചെയ്യുന്ന ആള് മുസ്ലിമായിരിക്കണം എന്നുള്ളത്. എന്തുകൊണ്ട്? ഇസ്ലാം അല്ലാത്ത, മുസ്ലിമാകാത്ത, അള്ളാഹുവിന് കീഴ്പ്പെട്ട ഷഹാദത്ത് കലിമകൾ ഉച്ചരിക്കാത്ത ഒരാളുടെ പുണ്യകർമ്മങ്ങൾ അള്ളാഹു ഒരിക്കലും തന്നെ സ്വീകരിക്കുകയില്ല. ഫലൻ യഖ്ബല മിൻഹു, മനുഷ്യരുടെ മറ്റ് മതങ്ങളോ ഇസ്ലാമല്ലാത്ത മതങ്ങൾ സ്വീകരിച്ച ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം അനുസരിച്ചു കൊണ്ടായിരിക്കണം, മുസ്ലിമായിരിക്കണം ഹജ്ജ് ചെയ്യുന്നവൻ. അതുപോലെ പ്രവാചക തിരുമേനിയുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഹജ്ജ് ചെയ്യുന്ന ആളുകൾ നല്ല ബുദ്ധിയുള്ള ആളുകളായിരിക്കണം. ഇസ്ലാമിക ശരീഅത്ത് അവൻ അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതൊരാൾക്ക് നിർബന്ധമായി തുടങ്ങണമെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് അയാൾ ബുദ്ധിയുള്ളവനാകണം, ആഖിലായിരിക്കണം, അഖലുണ്ടായിരിക്കണം എന്നുള്ളത്. ഒരു ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ പക്വതയില്ലാത്ത, വിവേകമെത്താത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീഅത്ത് അവരുടെ മേലിൽ കർമ്മങ്ങളൊന്നും തന്നെ നിർബന്ധിക്കുന്നില്ല എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിൽ നിന്നുമൊക്കെ അതുപോലെ മറവിയിൽ നിന്നും ഉണ്ടാകുന്ന അബദ്ധങ്ങളെല്ലാം അള്ളാഹു ഉയർത്തിയിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആ ഹജ്ജ് കർമ്മം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ, ഹജ്ജ് നിർബന്ധമായാൽ മാത്രമല്ല ആ ചെയ്യുന്ന കർമ്മങ്ങൾ അത് സ്വീകരിക്കണമെങ്കിൽ അതിനും ചില നിബന്ധനകൾ അനിവാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, അയാൾ ഹജ്ജ് ചെയ്യുന്ന ആള് അടിമയാകാൻ പാടില്ല, അവൻ സ്വതന്ത്രനായിരിക്കണം. തൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആരാധനകൾക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു
നിബന്ധനയായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയെത്തുക എന്നുള്ളത് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള, അത് സഹിയാകുവാനുള്ള, സ്വീകാര്യമാകുവാനുള്ള ഒരു നിബന്ധനയായി പണ്ഡിതന്മാർ ഉണർത്തി. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹജ്ജ് കർമ്മം നിർബന്ധമില്ല എന്നർത്ഥം. പ്രായപൂർത്തിയെത്തിയതിന് ശേഷം മാത്രമാണ് ഹജ്ജ് കർമ്മം. മറ്റു കർമ്മങ്ങളെപ്പോലെ തന്നെ നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഇതെല്ലാം തന്നെ നിർബന്ധമായി തുടങ്ങുവാനുള്ള നിബന്ധനകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രായപൂർത്തിയെത്തുക, ബുദ്ധിയുണ്ടാവുക എന്നുള്ളത്. വകതിരിവിൽ എത്തിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ ബാധ്യതയുണ്ട്. എന്നാൽ വകതിരിവില്ലാത്ത ഒരു കുട്ടി, ബുദ്ധിയുണ്ടാവില്ല, പക്വത എത്തിയിട്ടില്ലാത്ത, പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത 2-3 വയസ്സ് മാത്രമുള്ള കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക്, ആ കുട്ടികൾക്ക് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമില്ല. നേരെ മറിച്ച് രക്ഷിതാക്കളോടൊപ്പം കുട്ടികൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി യാത്ര പോവുകയും ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരികയും ചെയ്താൽ ആ കുട്ടിയെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് വേണ്ടി നിയ്യത്ത് പറഞ്ഞ് കുട്ടിക്ക് ഹജ്ജ് കർമ്മം ചെയ്യിപ്പിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ പ്രായപൂർത്തി എത്തിയതിന് ശേഷം ഇസ്ലാമിലെ നിർബന്ധമായ ഹജ്ജ് അതല്ലെങ്കിൽ ഉംറ ആ കുട്ടി വീണ്ടും ആവർത്തിച്ച് ചെയ്യേണ്ടതാണ് എന്ന് ചുരുക്കം. കൊച്ചുകുട്ടികളായിരിക്കെ മാതാപിതാക്കളോടൊപ്പം ഹജ്ജോ ഉംറയോ നിർവഹിക്കുവാൻ കൊണ്ടുപോകുന്ന കുട്ടികൾ, അവരെ മാതാപിതാക്കൾ ഹജ്ജ് ചെയ്യിപ്പിക്കുന്നു എങ്കിൽ ആ കുട്ടിയുടെയും ഹജ്ജിൻ്റെയും അതല്ലെങ്കിൽ ഉംറയുടെയും പ്രതിഫലം അതൊട്ടും കുറവ് വരുത്താത്ത രീതിയിൽ മാതാപിതാക്കൾക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹജ്ജ് അത് സ്വീകാര്യമായിരിക്കുവാൻ പ്രവാചക തിരുമേനിയും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് ഇസ്തിതാഅത്തുണ്ടാവുക എന്നുള്ളത്. ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയം പരാമർശിച്ചപ്പോൾ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്, അള്ളാഹുവിൻ്റെ കഅബാലയത്തിൽ ചെന്നുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് നമുക്ക് വിശ്വാസികൾക്ക് അള്ളാഹു നിർബന്ധമാക്കിയ ബാധ്യത എത്ര എന്ന് പറഞ്ഞ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് മനിസ്തതാഅ ഇലൈഹി സബീല, ആ കഅബാലയത്തിലേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങളും അതുപോലെ തന്നെ കഴിവും ഒത്തിണങ്ങി വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഹജ്ജ് കർമ്മം നിർബന്ധമുള്ളത് എന്നർത്ഥം. എന്ന് വെച്ചാൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ പോകുന്നവന് 3 രീതിയിലുള്ള സാധ്യതകൾ അവൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, ആരോഗ്യപരമായി അതിന് കഴിവുണ്ടായിരിക്കണം. രണ്ടാമത്തേത്, പോകുവാനുള്ള വഴിയാലും മുതലാലും തടിയാലും എന്നാണ് പണ്ടുകാലം മുതൽക്ക് തന്നെ നമ്മൾ പഠിക്കാറുള്ളത്. അഥവാ പോകാനുള്ള ശാരീരികമായ തടസ്സങ്ങളില്ലാതിരിക്കണം. 2, പോകാനുള്ള മാർഗ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കണം. പോകാനുള്ള സാമ്പത്തികമായ ശേഷി, ഫൈനാൻഷ്യൽ പിന്തുണ, സപ്പോർട്ട് ഉള്ളവനായിരിക്കണം. എന്ന് വെച്ചാൽ ഒരാൾക്ക് നല്ല പണമില്ല എങ്കിൽ ആരോഗ്യമുണ്ട്, പോകാൻ പണം ഉണ്ട് എങ്കിൽ മറ്റു മാർഗങ്ങളൊക്കെ ലഭിക്കും. പക്ഷേ പണമില്ല, സമ്പാദ്യമില്ല, അവന് ഹജ്ജ് നിർബന്ധമില്ല. ഒരാൾക്ക് പണമുണ്ട് പക്ഷേ ആരോഗ്യവുമുണ്ട്, പക്ഷേ പോകാനുള്ള മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ നീങ്ങിക്കിട്ടില്ല. വിസ പ്രോസസ്സായിരിക്കാം, അതുപോലെ തന്നെ പെർമിറ്റുകളായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. മറ്റൊരാൾക്ക് പണമുണ്ട്, അതുപോലെ തന്നെ പോകാനുള്ള മറ്റ് മാർഗതടസ്സങ്ങളൊന്നുമില്ല, പക്ഷേ ആരോഗ്യമില്ല, രോഗിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവന് ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത് നിർബന്ധമില്ല. അപ്പോൾ ശാരീരികമായും സാമ്പത്തികമായും മറ്റ് ടെക്നിക്കലായ വഴി പോലെയുള്ള പ്രോസസ്സുകളിലൂടെയും ഒക്കെയുള്ള പോകാനുള്ള സൗകര്യങ്ങൾ വന്നാൽ അവൻ ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടതാണ്.
ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഒരാൾക്ക് പോകാനുള്ള ആസ്തിയുണ്ട്, സാമ്പത്തികമായ ഫൈനാൻഷ്യലായിട്ട് അയാൾക്ക് പ്രയാസമില്ല. അതുപോലെ തന്നെ മറ്റ് പ്രോസസ്സുകൾ ചെയ്തു തീർക്കുവാനുള്ള സൗകര്യങ്ങളും അയാൾക്കുണ്ട്. എന്നാൽ രോഗിയാണ് എങ്കിൽ, ഹജ്ജ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രോഗം മാറാനുള്ള സാധ്യതയുമില്ല, പ്രതീക്ഷയില്ല. അസുഖം ഭേദപ്പെടുമെന്നുള്ള പ്രതീക്ഷയില്ലാത്ത, അതല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായി രോഗം പിടിച്ച് കിടപ്പിലായ ഒരുത്തളാണ് എങ്കിൽ ഇവർക്ക് മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ശാരീരിക അസൗകര്യമാണ് എങ്കിൽ അത്തരം ആളുകൾക്ക് പകരം ഒരാളെ ഹജ്ജിൻ്റെ മുഴുവൻ ചെലവുകളും നൽകി തനിക്ക് പകരം ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരാളെ പകരം നിർവഹിക്കുന്നതിന്, പകരമാക്കുന്നതിന് വിരോധമില്ല. പക്ഷേ പകരം ഹജ്ജ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യമായി തൻ്റെ സ്വയം ബാധ്യതയായ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുള്ളവനായിരിക്കണം. അങ്ങനെ തൻ്റെ നിർബന്ധ ബാധ്യതയായ ഹജ്ജ് കർമ്മം നിർവഹിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾക്ക് വേണ്ടി സാമ്പത്തികമായ സപ്പോർട്ട് നൽകുകയാണ് എങ്കിൽ, അതല്ലെങ്കിൽ സ്വമേധയാ തയ്യാറാകുന്നുവെങ്കിൽ അയാൾക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ പകരം ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നു എന്ന് സങ്കല്പിക്കുക എങ്കിൽ ആ ഹജ്ജ് കർമ്മം നിർവഹിച്ച വ്യക്തിക്കും ആർക്ക് വേണ്ടിയാണോ അയാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചത് അവർക്ക് കൂടിയുള്ള ഹജ്ജിൻ്റെ പ്രതിഫലം ഒട്ടും തന്നെ കുറവ് വരാത്ത രീതിയിൽ രണ്ടു പേർക്കും ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നും, അതുപോലെ തന്നെ ഹജ്ജിൻ്റെ ബാധ്യത അവർ രണ്ടുപേർക്കും വീടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നാം ഇന്നത്തെ ഈ ചെറിയ പ്രാഥമികമായി ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത്, ഹജ്ജ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുന്നോടിയായി അവൻ മനസ്സിലാക്കേണ്ട ഹജ്ജിൻ്റെ ശുറൂത്തുകളെ കുറിച്ചാണ്. ഹജ്ജ് നിർബന്ധമാകണമെങ്കിലുള്ള ശുറൂത്ത്, ഹജ്ജ് സ്വീകരിക്കപ്പെടണമെങ്കിലുള്ള നിബന്ധനകൾ എന്ത് എന്നുള്ളത് വളരെ സംക്ഷിപ്തമായി നാം ഉണർത്തുകയുണ്ടായി. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ മറ്റു ഭാഗങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.